സാർ, സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ. എന്നാൽ അവിടെ നമുക്ക് നോക്കുമ്പോൾ ധാരാളം ചികിത്സാ പിഴവുകൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴെ കിടത്തി ചികിത്സ. ഇതെന്താണ് സാർ ഇങ്ങനെ ഒരു സംഭവം? നമ്മൾ പറഞ്ഞതിനകത്ത് തന്നെ ഉണ്ട്. സാധാരണക്കാരൻ അവൻ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. പക്ഷേ സാധാരണക്കാരൻ എല്ലാ ആവശ്യത്തിനും പോകേണ്ട ആശുപത്രി അല്ല മെഡിക്കൽ കോളേജ്. അതെ, അതിന് നമുക്ക് റഫറൽ സംവിധാനം അതെ അത് പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. പ്രവർത്തിക്കുന്നില്ല എന്നൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗത്തിൽ ഒരു ദിവസം 700 പേര് വരും. 700 പേര് 2-3 ഡോക്ടർ 2 പേരൊക്കെയാണ്. അവ ഇങ്ങനെ നോക്കി തരാം, പേര് ചോദിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഇത്രയും പേര് വന്ന് കിടക്കുമ്പോഴേ അവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല, ഭൗതിക സാഹചര്യങ്ങളില്ല, തറയിൽ കിടത്തേണ്ടി വരും. പക്ഷേ ഇവരെ പലരെയും ഈ 700 പേരിൽ ചിലപ്പോൾ 200 പേരെ ഇവിടെ വരേണ്ടവരുള്ളൂ. 500 പേരും പെരിഫറി ചികിത്സിക്കാൻ പറ്റുന്നവരായിരിക്കും. അതിനും പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ പെരിഫറിയിൽ ഡോക്ടർമാരുടെ എണ്ണക്കുറവുണ്ട്, നഴ്സുമാരുടെ എണ്ണക്കുറവുണ്ട്. പിന്നെ ഈ ചികിത്സാ പിഴവ് വന്നു കഴിഞ്ഞാൽ ജനം ആക്രമിക്കുന്ന പേടിയും ഡോക്ടർമാർ അടുത്ത സ്ഥലത്തേക്ക് റെഫർ ചെയ്യും. അങ്ങനെ റെഫർ ചെയ്ത് അപ്പോൾ അതിനകത്തൊക്കെ റെഫർ ചെയ്തതിന് കാരണം കാണിക്കുക, അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. മരണം ഡോക്ടർ വിചാരിച്ചാൽ ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലായി. അവിടെ ആക്രമിക്കപ്പെടരുത്. ഒരു മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് മരണം ഉണ്ടായ ഉടനെ മരുന്ന് മാറി കുത്തിവെച്ചൊന്ന് നമ്മളും തീരുമാനിച്ച് ഡോക്ടറും നഴ്സിനും തല്ലു കൊടുക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളും കൂടെ കൊണ്ടാണ് മെഡിക്കൽ കോളേജുകാർക്ക് റെഫർ ചെയ്യാൻ സ്ഥലമില്ലാത്തത്. അല്ലെങ്കിൽ അവരും റെഫർ ചെയ്തേനെ. ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടും വിടാനില്ല. അപ്പോൾ ആ റെഫറൽ സിസ്റ്റം നന്നാക്കണം, പെരിഫറി സ്ട്രെങ്തൻ ചെയ്യണം.